നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പറഞ്ഞില്ലേ, കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി നിങ്ങളുടെ മൊഴിയെടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. നിങ്ങൾ സഹകരിച്ചേ മതിയോ? അർജുനെ കേസിൽ കുടുക്കിയത് ഞങ്ങളാരുമല്ല. ആ പെൺകുട്ടിയുടെ മൊഴി അനുസരിച്ചാ അർജുനെ അറസ്റ്റ് ചെയ്തത്. എന്റെ മകനുണ്ടായ അപമാനവും വേദനയൊന്നും നിങ്ങൾക്കാർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. സമൂഹത്തിൽ നല്ല രീതിയിൽ ജീവിച്ച ഒരു കുടുംബത്തെ ഇത്ര അപമാനപ്പെടുത്തി ഒരു കേസിൽ കുടുക്കി പത്രങ്ങളിലും മാധ്യമങ്ങളിലും ഒക്കെ വലിച്ചു കീറി ഇനി ഞങ്ങൾ എങ്ങനെയാ സാർ സമാധാനമായിട്ടിരിക്കണ്ടേ? സ്വന്തം കുഞ്ഞിനെ ജയിലിലാക്കി ജീവിതം തന്നെ ഇല്ലാതാക്കുന്നവരാ നിങ്ങൾ പോലീസുകാര്. അമ്മമാരുടെ വേദനകൾ ശാപമായിട്ട് നിങ്ങളുടെ തലയിൽ വന്ന് പതിക്കാതിരിക്കട്ടെ. നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളിൽ ഇത്രയ്ക്ക് ശുഷ്കാന്ത ഉണ്ടാവുമെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല സർ. ഒരു പെൺകുട്ടിയുടെ മൊഴി അനുസരിച്ച് നിങ്ങൾ കേസെടുത്ത് ഇത്ര പെട്ടെന്ന് തന്നെ അർജുനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയതിന് പിന്നിൽ നല്ല ഉദ്ദേശം അല്ലാന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങളുടെ അർജുനോട് ഞങ്ങൾക്ക് യാതൊരു വൈരാഗ്യമില്ല. ഒരാള് പരാതി തന്നാൽ ഞങ്ങൾ അന്വേഷിക്കുന്ന നടപടി ഉണ്ടാവും. അത്തരത്തിലുള്ള സ്വാഭാവികമായ പ്രവർത്തനമേ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളൂ. നിങ്ങൾ പറയും പോലെ അർജുനെ കുടുക്കിയതാണെങ്കിൽ നിങ്ങൾ തരുന്ന തെളിവുകൾ വളരെ പ്രധാനപ്പെട്ടതാ. ഞങ്ങളോട് സഹകരിക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്റെ മോനെ വൈരാഗ്യ ബുദ്ധിയുടെ പേരിൽ ഇങ്ങനെ കൊടുക്കാൻ ഞങ്ങൾ നിങ്ങളോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ അഴിമതിക്കാരായ ഒത്തിരി പേർ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ കേസിൽ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് അന്യായമായ ഒന്നും ഉണ്ടായിട്ടില്ല. മാന്യമായ ഇടപെടൽ മാത്രം. ഒരു പെൺകുട്ടി, പ്രത്യേകിച്ച് നിങ്ങളുടെ മകളോ മരുമകളോ ആരുമാവാം, ഇങ്ങനെ ഒരു പരാതി തന്നാൽ ഞങ്ങൾ പോലീസുകാർ അത് സ്വീകരിക്കണ്ടേ? ഒരു പെൺകുട്ടി പരാതി തന്നു, അതിൽ അർജുന്റെ പേരാണ് എഴുതിയിരിക്കുന്നത്. ആ പരാതി എടുക്കാതിരിക്കാൻ കഴിയില്ല. ഇത്തരം കേസുകളിൽ സുപ്രീം കോടതിയുടെ പ്രത്യേക ഉത്തരവുണ്ട്. പ്രതി എത്ര ഉന്നതനായാലും അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കണമെന്ന്. ഞങ്ങൾ അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇപ്പോ ഞങ്ങൾ വന്നത് തന്നെ അതിനകത്ത് എന്തെങ്കിലും ലൂപ്പുകൾ ഉണ്ടോ എന്നറിയാനാ. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളോട് സഹകരിക്കണം. സർ, ഇതിന് പിന്നിൽ വ്യക്തമായ കാരണങ്ങളുണ്ട്. അർജുനെ അറസ്റ്റ് ചെയ്തത് മറ്റാരുടെയോ നിർദ്ദേശപ്രകാരമാണ്, അത് ഉറപ്പാ. മറ്റാരും അല്ല സർ, ഞാൻ തന്നെ തെളിച്ചു പറയാം. നിങ്ങളുടെ മുൻ കമ്മീഷണർ ഹേമചന്ദ്രന്റെ നിർദ്ദേശപ്രകാരം ഈ അറസ്റ്റും ഈ കോടതിയൊക്കെ എന്റെ മോൻ നേരിടുന്നത്. അയാള് മാത്രം ഇതിന്റെയൊക്കെ പിന്നെ. ആ കമ്മീഷണർക്ക് ഞങ്ങളുടെ കുടുംബത്തോട് മുഴുവൻ പകയാ. അയാൾ പല രീതിയിൽ ഞങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. എല്ലാം പരാജയപ്പെട്ടപ്പോ പുതിയ അടവുമായിട്ട് വന്നിരിക്കാം. ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാവുന്നതാ. തെറ്റായ ആരോപണം ഉന്നയിക്കുന്നത് ശരിയല്ല മാഡം. അങ്ങനെ യാതൊരു ഇടപെടലും ഞങ്ങളുടെ അറിവിലില്ല. അത് നിങ്ങൾ കാണില്ല സർ. പാവപ്പെട്ടവന്റെ സാധാരണക്കാരന്റെ വേദനയൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല. ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഒത്താശയോട് കൂടിയാ ഞങ്ങളുടെ മകനെ ഇത്ര ക്രൂരമായിട്ട് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയത്. നിങ്ങൾക്കൊന്നും ഒരു മനസ്സാക്ഷിയില്ല. നിങ്ങളൊക്കെ നിയമം പഠിച്ച ആളുകളല്ലേ. ഈ കേസിൽ എന്റെ മകനെ കുടുക്കിയതാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാവുന്നില്ലേ? ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ പോലെ വന്ന് സഹായം അഭ്യർത്ഥിച്ചു. അവളെ സഹായിച്ചു എന്നുള്ളൊരു തെറ്റ് മാത്രമേ എന്റെ മോൻ ചെയ്തിട്ടുള്ളൂ. പക്ഷെ അതിന് ഇത്രയും വലിയ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്ന് എന്റെ കുഞ്ഞൊരിക്കലും കരുതിയിട്ടുണ്ടാവില്ല. അവന് സഹജീവികളോട് ഇത്തിരി സഹാനുഭൂതി ഉണ്ടായിപ്പോയി. ഒരു പെൺകുട്ടി, ഒരു നിസ്സഹായായ പെൺകുട്ടിയായിട്ട് വന്ന് സഹായം അഭ്യർത്ഥിച്ചപ്പോ അവനൊന്ന് സഹായിച്ചു. മറ്റൊരാളെ സഹായിക്കുന്നതിൽ അപകടമുണ്ടെന്ന് അവൻ അറിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് അവന്റെ സ്വന്തം ജീവിതത്തിലെ അർത്ഥവും സന്തോഷവും ഒക്കെ നഷ്ടപ്പെട്ടു. ഒരു കുഞ്ഞ് ജനിച്ചിട്ട് അധിക ദിവസം പോലും ആയില്ല. ആ കുഞ്ഞിന് അച്ഛന്റെ സ്നേഹം പോലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. നിങ്ങളുടെ വിഷമവും ബുദ്ധിമുട്ടും ഒക്കെ ഞങ്ങൾ മനസ്സിലാക്കുന്നു. പക്ഷെ ഈ ഒരു അവസരത്തിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാനാവില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങൾക്ക് ആ പെൺകുട്ടിയുടെ പേര് പോലും പറയാൻ അവകാശമില്ല. അതുകൊണ്ട് അതിജീവിത എന്ന് മാത്രമാണ് പറയുന്നത്. ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി തന്നാൽ ഞങ്ങളുടെ ജോലി പെട്ടെന്ന് തീരും. നിങ്ങൾക്ക് പറയാനുള്ളത് കോടതി പറഞ്ഞോ? മറ്റുള്ള കാര്യങ്ങൾ ഞങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോ നിങ്ങൾക്ക് കോടതിയിൽ നല്ല വക്കീലിനെ വെച്ച് വാദിക്കാം. പണവും പ്രതാപമൊക്കെ ഉള്ളവരല്ലേ. പണം കൊണ്ട് വാങ്ങാൻ കഴിയുമായിരുന്നെങ്കിൽ ലോകത്ത് ഏറ്റവും ആവശ്യക്കാരുള്ള സാധനം മനസ്സമാധാനമായിരിക്കും. പണം കൊടുത്താൽ കോടതിയിൽ നിന്നോ കടയിൽ നിന്നോ വാങ്ങാൻ കഴിയാത്ത സാധനം അത്. ഞങ്ങളുടെ കുടുംബം ഇല്ലാതാക്കിയ നിങ്ങളാ. മുന്നിൽ കാണുന്ന എല്ലാ മനുഷ്യരെയും ശത്രുക്കളായി കണ്ട് അവരെ എങ്ങനെ ദ്രോഹിക്കാമെന്ന് ആഗ്രഹിച്ച് നടക്കുന്നവർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല.
ഞങ്ങൾ ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്യുന്നു, അത്രേ ഉള്ളൂ. നിങ്ങളോട് ആരോടും ഞങ്ങൾക്ക് ഒരു വൈരാഗ്യമില്ല. ദയവായി സഹകരിക്കൂ പ്ലീസ്. പൂജ, നിങ്ങളെങ്കിലും കാര്യം മനസ്സിലാക്കണം. ഞങ്ങൾക്ക് നിങ്ങളെ ദ്രോഹിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരുപക്ഷെ ഞങ്ങളുടെ ഈ നടപടികൾ അർജുന് പ്രയോജനകരമായിരിക്കാം. ഇവരാരും ഞങ്ങളോട് സഹകരിക്കുന്നില്ല. ഈ കേസുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രധാന വിവരങ്ങൾ ശേഖരിക്കാനാണ് ഞങ്ങൾ ഇവിടെ വന്നത്. സഹകരിക്കാതിരുന്നാൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഞങ്ങൾക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് സർ. സർ ഇപ്പൊ മാന്യമായിട്ട് സംസാരിക്കുന്നു. അജുവേട്ടനെ അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോ സാർ എങ്ങനെയാണ് പെരുമാറിയെന്ന് ഞാനിവിടെ ആരോടും പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോ എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ, സാറിന്റെ അന്വേഷണം നടക്കട്ടെ. കമ്മീഷണർ സർ, എന്താ നിങ്ങൾക്ക് ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ ചോദിച്ചോളൂ. എല്ലാത്തിനും ഞങ്ങൾക്ക് അറിയാവുന്ന രീതിയിലുള്ള ഉത്തരം പറയാം. അമ്മേ, ഇവരോട് കൂടുതൽ സംസാരിക്കണ്ട. അവരുടെ ചോദ്യത്തിന് മറുപടി കൊടുക്കാം. നമ്മളെന്തിനാ വെറുതെ സംസാരിക്കുന്നത്? ഇനി ഇവരോട് ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് കോടതിയിൽ വെച്ച് കാണാം. ഗുഡ്. ഈ കേസിന് ആസ്പദമായ കാര്യങ്ങൾ നടക്കുമ്പോൾ അർജുൻ വീട്ടിൽ എങ്ങനെയായിരുന്നു? പ്രത്യേകിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ? ആ പെൺകുട്ടിയുടെ കേസ് ഞങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്തിരുന്നു. ആ കുട്ടിയുടെ കേസ് കൈകാര്യം ചെയ്യാൻ ഞങ്ങൾ അജുവേട്ടനെ പ്രേരിപ്പിച്ചത്. ഓക്കെ. അർജുന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും സംശയാസ്പദമായ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? മറ്റാരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് അർജുനുമായി സംസാരിച്ചതായി നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം. ഞങ്ങളത് മൊഴിയായി രേഖപ്പെടുത്തും. ഞങ്ങളുടെ വീട്ടിൽ സമാധാനവും സന്തോഷവുമായിരുന്നു. ആ കമ്മീഷണർ ഹേമേന്ദ്രനാണ് സകല കുഴപ്പങ്ങൾക്കും കാരണം. ഞങ്ങളുടെ കുടുംബത്തോട് അയാൾക്ക് തീർത്താ തീരാത്ത പകയാണ് സാർ. സാർ റിപ്പോർട്ട് ചെയ്താലും ഇല്ലെങ്കിലും ഞാൻ പറയാനുള്ളത് പറയുന്നേ ഉള്ളൂ. അദ്ദേഹം ഈ കേസുമായി ബന്ധപ്പെട്ട് ഇടപെട്ടതായി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് പറയാം. എന്തെങ്കിലും തെളിവ് തരാനുണ്ടെങ്കിൽ അതും പറയാം. സർ, എനിക്കെന്തെങ്കിലും പറയാമോ? ഞങ്ങളുടെ അർജുൻ മോൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഈ വീട്ടിൽ കഴിഞ്ഞ 30 വർഷമായിട്ട് ജീവിക്കുന്ന ആളാ ഞാൻ. എന്റെ മകനെ പോലെ അർജുൻ. ഒരിക്കലും അർജുൻ മോൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല. ഞങ്ങൾ ആരും ഇതൊന്നും വിശ്വസിക്കുന്നില്ല. ഈ കേസിൽ നിന്നല്ല അർജുൻ മോൻ പുഷ്പം പോലെ ഇറങ്ങി വരും. അതിനുള്ള ക്ഷമയും സഹനശക്തിയും അർജുൻ മോന് ദൈവം കൊടുക്കും. കോപം വരുമ്പോൾ അത് അടക്കി നിർത്തുന്നവനാണ് ശക്തൻ. അതാണ് ഞങ്ങളുടെ അർജുൻ മോൻ. നിങ്ങൾ പോലീസുകാരാവുന്ന തെളിവുകളെല്ലാം ശേഖരിച്ചോ. പക്ഷെ ഏതൊക്കെ കോട്ട കെട്ടിയടച്ചാലും ഒരു വാതിൽ ദൈവം തുറന്നു തരും. എന്തു തന്നെ സംഭവിച്ചാലും പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് ഞങ്ങൾക്ക് ദൈവം തരും. അതുവരെ ഞങ്ങൾ കാത്തിരിക്കും. പിന്നെ ലോകത്തുള്ള എല്ലാ വസ്തുക്കളും കണ്ണുകൊണ്ട് കാണാൻ കഴിയും. കണ്ണിനകത്ത് വല്ലതും പ്രവേശിച്ച അത് കാണാൻ കണ്ണിന് കഴിയില്ല. അതുപോലെയാ നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ. നിങ്ങളുടെ കണ്ണും ദൈവം ഒരു ദിവസം തുറക്കും. സർ, പോലീസിന്റെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ക്രിമിനൽ ബുദ്ധിയുള്ള ഒരാൾക്ക് ഒരു തെളിവുമില്ലാതെ ഇത്തരത്തിലൊരു കേസ് കെട്ടിച്ചമയ്ക്കാനും ഒരാളെ അകത്തിടാനും സാധിക്കും. ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കാതെ ആയിരിക്കും അയാളുടെ ഓപ്പറേഷൻ. ഞങ്ങൾക്ക് പലതവണ അത് ബോധ്യപ്പെട്ടതാ. ഞങ്ങളൊക്കെ അയാളെ സഹായിക്കാനേ ശ്രമിച്ചിട്ടുള്ളൂ. പക്ഷേ അയാൾ കൊടിയ പകയുമായി ഞങ്ങൾ ഓരോരുത്തരെയും വേട്ടയാടുകയായിരുന്നു. ഇപ്പോഴും അത് തുടരുന്നു. ഇതിനപ്പുറം ഞങ്ങൾക്കൊന്നും പറയാനില്ല. ആത്മാർത്ഥമായിട്ടാണ് അന്വേഷിക്കുന്നതെങ്കിൽ സാർ ആ കമ്മീഷണർ ഹേമേന്ദ്രനെ കണ്ടുപിടിക്കും. എല്ലാ വിവരങ്ങളും അയാൾക്ക് അറിയായിരിക്കും. സർ, പിന്നൊരു കാര്യം, മറ്റൊരാൾ കൂടി ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ട്, പ്രിയ. ഈ വീട്ടില് ഇത്തരത്തിലുള്ള സംഭവങ്ങളുടെയൊക്കെ പിന്നിൽ ആദ്യം അവളായിരുന്നു. അവളിപ്പം സ്നേഹസദനത്തിലുണ്ട്. എനിക്ക് അവളെ സംശയമുണ്ട്. മുറിച്ചിട്ടാലും തല വെട്ടി മാറ്റിയാലും പക തീരാത്തൊരു പ്രകൃതം അവളുടേത്. ഞങ്ങൾക്ക് അവളെ സംശയമുണ്ട്. ഈ കുടുംബത്തിന്റെ നാശമാണ് അവളുടെ ലക്ഷ്യം. അതിനുവേണ്ടി അവൾ ഏതറ്റം വരെയും പോവും. ആരാടോ ഈ പ്രിയ? അവർക്കെന്താ ഈ കേസുമായി ബന്ധം? അവരെന്താ നമ്മുടെ അന്വേഷണ പരിധിയിൽ വരാത്തത്? സർ, അവൾ ഈ സമയത്തൊക്കെ ജയിലിലായിരുന്നു. അതുമാത്രമല്ല, ഈ കേസിൽ മൂന്നാമതൊരാളുടെ സാന്നിധ്യം തീരെ കുറവാ. ഇതിപ്പോ അർജുനും അതിജീവിതയും തമ്മിൽ നേരിട്ടാ ബന്ധപ്പെട്ടത്. അർജുന് ആ പെൺകുട്ടിയിൽ ഒരു താല്പര്യം തോന്നിയിട്ടുണ്ടാവാം. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്.